വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ. അതിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ടും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെയോ ബിസിനസ് സ്റ്റഡീസിൻ്റെയോ നോട്ട്സ്, വീഡിയോസ് എന്നിവ ആവശ്യമുണ്ടെങ്കിൽ ബ്ലോഗ് സന്ദർശിക്കുക www.manojmelekandi.blogspot.com. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു അസൈൻമെൻറ്റ് തന്നിരുന്നു. ആ അസൈൻമെൻറ്റിൻ്റെ ആൻസർ ഈ ക്ലാസ്സിൻ്റെ നോട്ടിൽ അവസാനമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് റെക്കോർഡിംഗ് ഡിപ്രീസിയേഷൻ. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ രണ്ട് രീതിയിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന്, ചാർജിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തതാണ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഈ മെത്തേഡ് പ്രകാരം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമ്മളൊരു പ്രത്യേക അക്കൗണ്ടായ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതുകൊണ്ട് തന്നെ അസറ്റ് അക്കൗണ്ടിൽ ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും അത് കാണിക്കുന്നത് ഒറിജിനൽ കോസ്റ്റ് ആയിരിക്കും. അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ അതുവരെ ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയാണോ ആ കൂട്ടിവെച്ച ഡിപ്രീസിയേഷനാണ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ കാണിക്കുക. നമുക്ക് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ദി ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഓൺ ആൻ അസറ്റ് is transferred to a separate account called provision for depreciation or accumulated depreciation account. ഈ മെത്തേഡ് പ്രകാരമുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. അസറ്റ് അക്കൗണ്ട് കണ്ടിന്യൂസ് ടു അപ്പിയർ അറ്റ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ് ഇയർ ആഫ്റ്റർ ഇയർ ഓവർ ഇറ്റ്സ് എൻറ്റയർ ലൈഫ്. ആ അസറ്റിൻ്റെ ലൈഫ് ടൈമിൽ മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ അസറ്റ് അക്കൗണ്ടിൽ അസറ്റ് കാണിക്കുന്നത് ഒറിജിനൽ കോസ്റ്റിലായിരിക്കും. അസറ്റ് അക്കൗണ്ടിൽ നിന്ന് ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് ആയിട്ട് ലെസ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഫീച്ചർ, ദി ആനുവൽ ഡിപ്രീസിയേഷൻ ഈസ് അക്യൂമുലേറ്റഡ് ഓൺ എ സെപ്പറേറ്റ് അക്കൗണ്ട് കോൾഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഓർ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓരോ വർഷവുമുള്ള ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിൽ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അതിന് പകരം നമ്മൾ ചെയ്യുന്നത് ഒരു പ്രത്യേക അക്കൗണ്ടായ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡിപ്രീസിയേഷൻ കൂട്ടി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓരോ വർഷത്തെ ഡിപ്രീസിയേഷനും ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫോർ റെക്കോർഡിംഗ് പർച്ചേസ് ഓഫ് അസറ്റ്. നമുക്കറിയുന്നത് പോലെ തന്നെ എന്തായിരിക്കും? യെസ്, അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക്. നെക്സ്റ്റ് വരുന്ന രണ്ട് എൻട്രീസ് എന്ന് പറയുന്നത് എല്ലാ വർഷവും റെക്കോർഡ് ചെയ്യേണ്ട എൻട്രീസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഫോർ ക്രെഡിറ്റിംഗ് ഡിപ്രീസിയേഷൻ എമൗണ്ട് ടു പ്രൊവിഷൻ അക്കൗണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചത് ഫോർ ട്രാൻസ്ഫറിങ് ഡിപ്രീസിയേഷൻ ടു അസറ്റ് അക്കൗണ്ട് ആണ്. ഇവിടെ അസറ്റ് അക്കൗണ്ടിലേക്കല്ല ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, പകരം പ്രൊവിഷൻ അക്കൗണ്ടിലേക്കാണ്. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. നേരത്തെ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് പ്രകാരം നമ്മൾ പഠിച്ചത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു അസറ്റ് അക്കൗണ്ട് എന്നായിരുന്നു. പക്ഷെ അതിന് പകരം ഇവിടെ പഠിക്കേണ്ടത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്നാണ്. നെക്സ്റ്റ്, ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ എൻട്രിയിൽ മാറ്റമൊന്നുമില്ല. എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ. അപ്പോൾ ആകെ വരുന്നത് ആ രണ്ടാമത് പറഞ്ഞ എൻട്രിയിൽ മാത്രമേ മാറ്റമുള്ളൂ. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്നതിന് പകരം ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നാണ് എഴുതേണ്ടത്. ബാക്കിയൊന്നും മാറ്റമില്ല. ഇനി ഈ ഒരു മെത്തേഡ് പ്രകാരം ഈ അസറ്റുകൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ബാലൻസ് ഷീറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാം. In the balance sheet,
the fixed asset continues to appear at its original cost on the asset side. Provision for depreciation account is shown either on the liability side or by way of deduction from the concerned asset. അപ്പോൾ അസറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഒറിജിനൽ കോസ്റ്റിൽ കാണിക്കും. അതിൻ്റെ വാങ്ങിച്ച വിലയിൽ ഒറിജിനൽ കോസ്റ്റ് എത്രയാണോ ആ ഒറിജിനൽ കോസ്റ്റിൽ അസറ്റ് അക്കൗണ്ട് കാണിക്കും. ഇനി പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ലാബിലിറ്റി സൈഡിൽ കാണിക്കും, അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ അസറ്റിൽ നിന്നും മൈനസ് ചെയ്തിട്ട് കാണിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെ റെക്കോർഡ് ചെയ്യാമെന്ന് നമുക്കൊരു എക്സാമ്പിൾ സഹിതം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എക്സാമ്പിൾ, എ കമ്പനി പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഫോർ ₹1 lakh on July 1, 2016. Its estimated life is 5 years. On 31st March 2019, it is sold for ₹50,000. The company closes its books on 31st March every year. Give journal entries. Prepare building account, provision for depreciation account and depreciation account. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് അക്കൗണ്ടും വരക്കണം, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരക്കണം, ഡിപ്രീസിയേഷൻ അക്കൗണ്ടും വരക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് പ്രകാരമാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഫോർമുല കോസ്റ്റ് ഓഫ് അസറ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ്. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടില്ല, ലൈഫ് ഓഫ് അസറ്റ് 5 ആണ്. അപ്പോൾ 1 lakh ഡിവൈഡ് ബൈ 5 ദാറ്റ് ഈസ് 20,000 ആണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഈ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്നത് 1st ജൂലൈയിലാണ്, ഇയർ എൻഡ് 31st മാർച്ച് ആണ്. അപ്പോൾ 1st ജൂലൈ മുതൽ 31st മാർച്ച് വരെ 9 months ഡിപ്രീസിയേഷനാണ് ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷനായിട്ട് കാണിക്കേണ്ടത്. അതെത്രയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ ജൂലൈ 1 to March 31, 9 months, 20,000 into 9/12, that is 15,000 rupees. ഇത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഈ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുന്ന സമയത്ത് ജേണൽ എൻട്രി എന്തായിരിക്കും? യെസ്, 1st July 2016 ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് 1 lakh rupees. ഇനി വർഷാവസാനം 31st March 2017 ഡിപ്രീസിയേഷൻ്റെ എൻട്രി, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റിന് പകരം ഇവിടെ എഴുതേണ്ടത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 15,000 ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 15,000. കാരണം ഫസ്റ്റ് ഇയറിൽ 9 months മാത്രമേ ഈ അസറ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 9 months ഡിപ്രീസിയേഷനായ 15,000 ആണ് ഫസ്റ്റ് ഇയറിൽ കാണിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള ജേണൽ എൻട്രി 31 March 2017 എന്തായിരിക്കാം? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ 15,000. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ബാലൻസ് 0 ആണ്. ആദ്യം ഡെബിറ്റ് വന്നു, പിന്നെ ക്രെഡിറ്റ് വന്നു, ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് 0 ആണ്. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ബാലൻസ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ബാലൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഇനി രണ്ടാമത്തെ വർഷത്തെ എൻട്രി, രണ്ടാമത്തെ വർഷം അവസാനം ഡിപ്രീസിയേഷൻ്റെ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ്റെ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയതുപോലെ 31st March 2018 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 20,000. ഒരു വർഷത്തെ ഡിപ്രീസിയേഷനാണ് 20,000. ഇനി എന്തായിരിക്കും അടുത്ത എൻട്രി? യെസ്, ഈ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രി എന്ന് പറയുന്നത് 31st March 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡിപ്രീസിയേഷൻ 20,000. ഇനി ആ വർഷത്തെ എൻട്രി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ഇതേപോലെ എൻട്രി എഴുതണം. വർഷാവസാനം ഡിപ്രീസിയേഷൻ്റെ എൻട്രി 31st March 2019 ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 20,000. ഇനി ഈ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രി 31st March 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് 20,000 ടു ഡിപ്രീസിയേഷൻ 20,000. ഇനി ഈ ഒരു ഡേറ്റിൽ
ബിൽഡിംഗ് വിൽക്കുകയാണ്. അപ്പോൾ ബിൽഡിംഗ് വിറ്റിട്ട് 50,000 രൂപ കിട്ടുമ്പോൾ നമ്മൾ ജേർണൽ എൻട്രി എഴുതണം. എന്തായിരിക്കും ബിൽഡിംഗ് വിറ്റിട്ട് 50,000 രൂപ കിട്ടുമ്പോഴുള്ള എൻട്രി? യെസ്, 31 മാർച്ച് 2019 ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 50,000 ടു ബിൽഡിംഗ് 50,000. 50,000 രൂപ നമുക്ക് ബിൽഡിംഗ് വിറ്റിട്ട് കിട്ടി. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഈ ഒരു ജേർണൽ എൻട്രീസ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരിക എന്ന് നമുക്ക് നോക്കാം. ആദ്യം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽ എൻട്രി ഫസ്റ്റ് ഇയർ എൻഡിലാണ് പാസ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുക 31 മാർച്ച് 2017 ഡിപ്രീസിയേഷൻ 15,000. ഇനി ആ വർഷം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ബാധിക്കുന്ന വേറെ ഒരു എൻട്രിയും ഇല്ല. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. അപ്പോൾ 15,000 ടോട്ടൽ കിട്ടി. അത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ആയിട്ട് വരുന്നത് 15,000. അതിന് നേർക്ക് എഴുതുക 31 മാർച്ച് 2017 ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇനി ഈ ബാലൻസ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ 1 ഏപ്രിൽ 2017 ബാലൻസ് ബ്രോ ഡൗൺ 15,000. ഇനി സെക്കൻഡ് ഇയർ എൻഡിൽ ഇതേപോലെ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പാസ് ചെയ്ത എൻട്രി ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ 31 മാർച്ച് 2018 ഡിപ്രീസിയേഷൻ 20,000. ഫുൾ ഇയർ ഡിപ്രീസിയേഷനാണ്. ഇനി രണ്ടാമത്തെ വർഷത്തെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ടോട്ടൽ 35,000 കിട്ടും, ബാലൻസും 35,000 തന്നെ കിട്ടും. അതിന് നേർക്ക് എഴുതുക 31 മാർച്ച് 2018 ടു ബാലൻസ് ക്യാരി ഡൗൺ 35,000. ഇനി ഈ ബാലൻസ് തേർഡ് ഇയറിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ 1 ഏപ്രിൽ 2018 ബാലൻസ് ബ്രോ ഡൗൺ 35,000. ഇനി ആ വർഷം ഈ ഒരു അസറ്റ് ഫുള്ളായിട്ട് ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിന് ശേഷമാണ് വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ഫുൾ ഡിപ്രീസിയേഷൻ നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എഴുതുക 31 മാർച്ച് 2019 ഡിപ്രീസിയേഷൻ 20,000. ഇനി ഈ 31 മാർച്ച് 2019 ഈ അസറ്റ് നമ്മൾ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതാൻ വേണ്ടി പാടില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. കിട്ടുന്ന ബാലൻസ് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഈ അസറ്റ് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് ആ വിൽക്കുന്ന അസറ്റിൻ്റെ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എത്രയാണോ ആ ഡിപ്രീസിയേഷൻ അസറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ആകെ ഒരു അസറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ അസറ്റിൻ്റെ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 55,000 റുപ്പിയാണ്. ഈ 55,000 റുപ്പി പൂർണ്ണമായിട്ടും ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം കംപ്ലീറ്റ് ബിൽഡിങ്ങും നമ്മൾ വിൽക്കുകയാണ്. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരാം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നേരത്തെ ക്ലാസ്സിൽ മുൻ ക്ലാസ്സിൽ നമ്മളത് വരച്ചിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെയാണ്, ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഡിപ്രീസിയേഷൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആണ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ഫസ്റ്റ് ഇയർ എൻഡിൽ 31 മാർച്ച് 2017 ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ടു അസറ്റ് എന്നാണ് എഴുതിയത്. ഇപ്പോൾ അതല്ല എഴുതേണ്ടത്, ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 15,000. ഇനി ആ വർഷം ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ 15,000 കിട്ടി. ഡിഫറൻസ് വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കാരണം ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സൈഡിൽ 31 മാർച്ച് 2017 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 15,000. ഇനി അതിന് ബാലൻസ് ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ വർഷം ഇതേപോലെ തന്നെ വർഷാവസാനം 31 മാർച്ച് 2018 ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 20,000. ഇനി രണ്ടാമത്തെ വർഷം ഈ ഒരു 20,000 റുപ്പി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 31 മാർച്ച് 2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000. അപ്പോൾ രണ്ടാമത്തെ വർഷം അതിന് ബാലൻസ് ഇല്ല. ഒരു വർഷവും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല. അതേപോലെ മൂന്നാമത്തെ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 31 മാർച്ച് 2019 ടു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 20,000. ഇനി വർഷാവസാനം 31 മാർച്ച് 2019 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 20,000.
ഇപ്പോൾ ലാസ്റ്റ് ഇയറിലും ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ബാലൻസ് ഒന്നും തന്നെ ഇല്ല. ഇത്രയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ബിൽഡിംഗ് അക്കൗണ്ടാണ്. എങ്ങനെ ബിൽഡിംഗ് അക്കൗണ്ട് തയ്യാറാക്കാം നോക്കാം. ഫസ്റ്റ് ബിൽഡിംഗ് വാങ്ങിക്കുന്ന സമയത്ത് 1 ജൂലൈ 2016 ഈ ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ടു ബാങ്ക് 1 lakh. ആ വർഷം വേറെ ബിൽഡിംഗ് ഒന്നും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വർഷാവസാനം അത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 1 lakh കിട്ടി. ബാലൻസ് ആയിട്ട് വരുന്നത് 1 lakh. 31 മാർച്ച് 2017 ബാലൻസ് ക്യാരി ഡൗൺ 1 lakh. ഇനി ഈ ബാലൻസ് രണ്ടാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുക. ഓപ്പോസിറ്റ് സൈഡിൽ 1 ഏപ്രിൽ 2017 ടു ബാലൻസ് ബ്രോ ഡൗൺ 1 lakh. ഇനി രണ്ടാമത്തെ വർഷം വേറെ ബിൽഡിംഗ് ഒന്നും വാങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം അവസാനം അത് ബാലൻസ് ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ 1 lakh തന്നെ കിട്ടി. ബാലൻസ് ആയിട്ട് വരുന്നത് 1 lakh തന്നെ. 31 മാർച്ച് 2018 ബാലൻസ് ക്യാരി ഡൗൺ 1 lakh. ഇനി ഈ 1 lakh മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് മാറ്റി എഴുതുക. 1 ഏപ്രിൽ 2018 ടു ബാലൻസ് ബ്രോ ഡൗൺ 1 lakh. ഇനി മൂന്നാമത്തെ വർഷം ഈ ഒരു ബിൽഡിംഗ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന ആ ഒരു ഡേറ്റിൽ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ, ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അതുവരെ കൂട്ടിവെച്ച ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലാണുള്ളത്. ആ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ബിൽഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബിൽഡിംഗ് അക്കൗണ്ടിൽ കാണിക്കുക 31 മാർച്ച് 2019 പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 55,000. അത് ക്രെഡിറ്റ് സൈഡിലാണ് വരിക. കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചത്, അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് അക്കൗണ്ടിൽ വരുമ്പോൾ അത് ക്രെഡിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. ഇപ്പോൾ 31 മാർച്ച് 2019 പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 55,000. അപ്പോൾ ഈ ഒരു അസറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh റുപ്പിയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഡിപ്രീസിയേഷൻ 55,000 രൂപയാണ്. ഇനി ഈ ഒരു ബിൽഡിംഗ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 50,000 രൂപയാണ്. ഇപ്പോൾ ബിൽഡിംഗ് വിറ്റിട്ട് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽഡിംഗ്. ഇപ്പോൾ ബിൽഡിങ്ങിനെ ക്രെഡിറ്റ് ചെയ്യാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബാങ്ക് 50,000. അപ്പോൾ ഇനി നമുക്കിത് ടോട്ടൽ ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ കിട്ടുന്നത് 1,05,000. ഡിഫറൻസ് ആയിട്ട് വരുന്നത് 5,000. അത് നമ്മുടെ പ്രോഫിറ്റ് ആണ്. അതിന് നേർക്ക് എഴുതുക 31 മാർച്ച് 2019 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് 5,000. അത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ആണ്. ഇനി നമുക്ക് എക്സാമ്പിൾ 2 നമുക്ക് നോക്കാം. നേരത്തെ പഠിച്ച അതേ എക്സാമ്പിൾ തന്നെ അക്കൗണ്ട് പ്രിപ്പറേഷനിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. എ കമ്പനി പർച്ചേസ്ഡ് എ ബിൽഡിംഗ് ഫോർ ₹1 lakh ഓൺ July 1, 2016. Its estimated life is 5 years. On 31st March 2019, it is sold for ₹50,000. The company closes its books on 31st March every year. Prepare building account, provision for depreciation account and building disposal account. ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടുമാണ് വരക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ആവശ്യമില്ല, കാരണം നേരത്തെ വരച്ച അതേപോലെയാണ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് വരക്കേണ്ടത്. യാതൊരു മാറ്റവും ഇല്ല, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഇതിൻ്റെ അകത്ത് ചോദിക്കാഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും നേരത്തെ നമ്മൾ വരച്ചു. എക്സ്ട്രാ വരക്കേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടാണ്. ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ബിൽഡിംഗ് വിൽക്കുന്ന സമയത്ത് ആ വിൽക്കുന്ന ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് വരക്കുന്ന അക്കൗണ്ടാണ് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്, അതുവരെയുള്ള ഡിപ്രീസിയേഷൻ, വിറ്റിട്ട് കിട്ടിയ എമൗണ്ട്, ലാഭമോ നഷ്ടമോ ഉണ്ടെങ്കിൽ അത്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പോസൽ അക്കൗണ്ടിൽ വരിക. അപ്പം ബിൽഡിംഗ് അക്കൗണ്ട് വരക്കുമ്പോൾ ആ വിൽക്കുന്ന ഡേറ്റിൽ വിൽക്കുന്ന അസറ്റിൻ്റെ കോസ്റ്റ് എത്രയാണോ അത് ബിൽഡിംഗ് അക്കൗണ്ടിൽ നിന്നും ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു അസറ്റ് വിൽക്കുന്ന സമയത്ത് ആ ഒരു അസറ്റിൻ്റെ അതുവരെയുള്ള കൂട്ടിവെച്ച ഡിപ്രീസിയേഷൻ എത്രയാണോ അത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഡിസ്പോസൽ അക്കൗണ്ടിൽ ആ ഒരു അസറ്റിൻ്റെ കോസ്റ്റും ആ ഒരു അസറ്റിൻ്റെ അതുവരെയുള്ള ഡിപ്രീസിയേഷനും രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഈ അസറ്റ് വിറ്റിട്ട് കിട്ടിയ പൈസ എത്രയാണോ അത് ഡിസ്പോസൽ അക്കൗണ്ടിൽ കാണിക്കണം.
അതുപോലെ തന്നെ ഈ ഒരു അസറ്റ് വിൽക്കുമ്പോൾ ലാഭമാണോ നഷ്ടമാണോ കിട്ടിയത് അതുകൂടി ഡിസ്പോസൽ അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ഡിസ്പോസൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് വിൽക്കുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു അക്കൗണ്ടാണ് അസറ്റ് ഡിസ്പോസൽ അക്കൗണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഡിപ്രീസിയേഷൻ്റെ കാൽക്കുലേഷനൊന്നും യാതൊരു മാറ്റവും നേരത്തെ പഠിച്ച അതേപോലെ തന്നെ. അക്കൗണ്ട് പ്രിപ്പറേഷനിൽ ലാസ്റ്റ് ഇയറിൽ മാത്രമാണ് മാറ്റമുള്ളത്, വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 31 മാർച്ച് 2017 ഡിപ്രീസിയേഷൻ 15,000, അത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 15,000. അത് നെക്സ്റ്റ് ഇയറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു. 1 ഏപ്രിൽ 2017 ബാലൻസ് ബ്രോ ഡൗൺ 15,000. ആ വർഷം അവസാനം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 31 മാർച്ച് 2018 ഡിപ്രീസിയേഷൻ 20,000. അത് ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബാലൻസ് ക്യാരി ഡൗൺ 35,000. ആ ബാലൻസ് നമ്മൾ തേർഡ് ഇയറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു. 1 ഏപ്രിൽ 2018 ബാലൻസ് ബ്രോ ഡൗൺ 35,000. ഇനി ആ വർഷം അവസാനമായ 31 മാർച്ച് 2019 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുമ്പോൾ 20,000. ഇനി ഈ ഒരു വർഷം അവസാനം 31 മാർച്ച് 2019 ഈ ഒരു അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുമ്പോൾ ആ വിറ്റ അസറ്റിൻ്റെ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ എത്രയാണോ അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ആകെ ഒരു ബിൽഡിംഗ് മാത്രമേ ഉള്ളൂ. ആ ബിൽഡിംഗ് മുഴുവനായിട്ട് നമ്മൾ വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബിൽഡിങ്ങിൻ്റെ ഇതുവരെയുള്ള മുഴുവൻ ഡിപ്രീസിയേഷനും ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 35,000, ഈ വർഷത്തെ ഡിപ്രീസിയേഷനായിട്ട് 20,000, ടോട്ടൽ 55,000 ആണ് ഈ ഒരു വിറ്റ മെഷീനറിയുടെ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ. അത് നമ്മൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 31 മാർച്ച് 2019 ടു ബിൽഡിംഗ് ഡിസ്പോസൽ 55,000. നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്തത് ടു ബിൽഡിംഗ് അക്കൗണ്ട് എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടാണ്. കാരണം ഡിസ്പോസൽ അക്കൗണ്ട് പ്രത്യേകം വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് അക്കൗണ്ടിൽ ആ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ആണ്. ഇനി നമുക്ക് ബിൽഡിംഗ് അക്കൗണ്ട് നോക്കാം. ബിൽഡിംഗ് അക്കൗണ്ടിൽ നേരത്തെ വരച്ചതുപോലെ തന്നെ ബിൽഡിംഗ് വാങ്ങിക്കുമ്പോൾ 1 ജൂലൈ 2016 ബാങ്ക് 1 lakh അതിൻ്റെ ബാലൻസ് ചെയ്യുന്നു. 1 lakh റുപ്പി ബാലൻസ് കിട്ടുന്നു. അത് നെക്സ്റ്റ് ഇയറിലേക്ക് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്യുന്നു 1 lakh റുപ്പി. അതിനുശേഷം അത് തന്നെ ആ വർഷത്തെ സെക്കൻഡ് ഇയറിലെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു 1 lakh റുപ്പി. ആ രണ്ടാമത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് മൂന്നാമത്തെ വർഷം ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ വർഷം അവസാനം 31 മാർച്ച് 2019 ഈ ബിൽഡിംഗ് വിൽക്കുകയാണ്. അപ്പോൾ വിൽക്കുന്ന സമയത്ത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ കോസ്റ്റ് നമ്മൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് എന്ന് പറയുന്നത് ആകെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh റുപ്പി ഫുള്ളായിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 1 lakh റുപ്പി ഫുള്ളായിട്ട് നമ്മൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 31 മാർച്ച് 2019 ബിൽഡിംഗ് ഡിസ്പോസൽ 1 lakh. ഇതോടുകൂടി ബിൽഡിംഗ് അക്കൗണ്ടും കംപ്ലീറ്റ് ആയി. കാരണം ഇനി നമ്മുടെ കയ്യിൽ ബിൽഡിംഗ് ഇല്ല, കംപ്ലീറ്റ് ബിൽഡിങ്ങും വിറ്റു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടാണ്. ഇപ്പോൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ട് വരക്കുമ്പോൾ ആദ്യം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് നമ്മൾ നേരത്തെ വരച്ചപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ലാസ്റ്റിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ കാണിച്ചത് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ട് 55,000. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 31 മാർച്ച് 2019 പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ 55,000. സിമിലർലി ബിൽഡിംഗ് അക്കൗണ്ട് വരച്ചപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ടിലെ ലാസ്റ്റിൽ ആ 1 lakh റുപ്പി നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ബിൽഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതിയത് ബിൽഡിംഗ് ഡിസ്പോസൽ 1 lakh. അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 31 മാർച്ച് 2019 ടു ബിൽഡിംഗ് 1 lakh. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 1 lakh റുപ്പിയാണ്. അതിൻ്റെ ഇതുവരെയുള്ള ഡിപ്രീസിയേഷൻ 55,000 ആണ്.
ഇനി ഈ ബിൽഡിംഗ് വിറ്റപ്പോൾ നമുക്ക് 50,000 രൂപ കിട്ടി, അതിൻ്റെ എൻട്രി എഴുതണം. അപ്പോൾ അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ബിൽഡിംഗ് ഡിസ്പോസലാണ്. അപ്പോൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ബാങ്ക് 50,000. ഇനി ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 1,05,000, ഡിഫറൻസ് ആയിട്ട് വരുന്നത് 5,000. അത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ആണ്. അതിന് നേർക്ക് എഴുതുക 31 March 2019 ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 5,000. ഇത്രയാണ് ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ബിൽഡിംഗ് ഡിസ്പോസൽ അക്കൗണ്ട് വരയാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏത് അസറ്റാണോ വിൽക്കുന്നത് ആ അസറ്റിൻ്റെ കോസ്റ്റ് അസറ്റ് അക്കൗണ്ടിൽ നിന്നും ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ആ അസറ്റിൻ്റെ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ നിന്നും ഡിസ്പോസൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഡിസ്പോസൽ അക്കൗണ്ടിൽ അതിൻ്റെ കോസ്റ്റും അതുവരെയുള്ള ഡിപ്രീസിയേഷനും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വിറ്റിട്ട് എത്ര പൈസയാണോ കിട്ടിയത് അത് കാണിക്കുക, പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് കാണിക്കുക. അപ്പോൾ ഡിസ്പോസൽ അക്കൗണ്ട് ക്ലോസ് ആവും. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് കൃത്യമായി ചെയ്തു നോക്കുക, എങ്കിൽ മാത്രമേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.